ഹലോ നമസ്കാരം, എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ട്ണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആട്ടോ. ഈസിയാണ്, നല്ല പഞ്ഞി പോലത്തെ ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ അരച്ച് വെച്ചിരിക്കുന്ന ഏത് മാവായാലും കുഴപ്പമില്ല, ആ മാവ് കൊണ്ട് നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ദോശ ഉണ്ടാക്കി എടുക്കാം. അതുപോലെ തന്നെ ഈ ദോശയുടെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ ചമ്മന്തിയും സാമ്പാറൊന്നുമല്ല കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ഈസി ചിക്കൻ കറി ആയിട്ടാണ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ എങ്ങനെയാണ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് തലേ ദിവസം. ഇത് ഞാൻ വറുത്ത അരിപ്പൊടി കൊണ്ടാണ് കേട്ടോ ദോശ മാവ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്ക്. അപ്പോൾ ഈ ദോശ മാവിലേക്ക് ഇതിന് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കണ്ടോ, നല്ല പൊങ്ങി വന്നിട്ടുള്ള ദോശമാവാണ്. വെള്ളം കുറച്ച് കുറവാണ്, അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കേണ്ട വരും. അപ്പോൾ ഈ ദോശ മാവിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പില്ല, അതുപോലെ പുളിയും കുറവാണ് കേട്ടോ. ഈ ദോശയുടെ മാവിന് പുളി കുറവാണ്, അപ്പം നല്ല കോമ്പിനേഷൻ ആയിരിക്കും ചിക്കൻ കറിയുടെ കൂടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത്, ഞാൻ ഉലുവ പൊടി ചേർക്കുന്നുണ്ട് കുറച്ച്, അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്, എന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ ദോശമാവ് ആദ്യം തന്നെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ വെള്ളം ചേർത്തില്ല, ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒന്ന് അഴയണം. അപ്പോൾ ഇഡലി ആണെച്ചാൽ വെള്ളം ചേർക്കണ്ട, ദോശയാകുമ്പോൾ കുറച്ചും കൂടി കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസോളം വെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് 1/4 സ്പൂണോളം, കുറച്ച് മതി കേട്ടോ, ഉലുവയുടെ പൊടിയാണ് ചേർക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നല്ല പഞ്ഞി പോലത്തെ ദോശയാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് അപ്പത്തിൻ്റെ പോലെ നന്നായിട്ട് വീർത്ത് വരും. പിന്നെ ഈ ദോശയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു വശം നന്നായി മുരിഞ്ഞ് വരുമ്പോൾ മറുവശം മുരിയാനായിട്ട് മറിച്ചിടുമല്ലോ, അങ്ങനെ വേണ്ട, അതിൻ്റെ ആവശ്യം വരുന്നേ ഇല്ല. അതാണിത്. പുളിയും കുറവാണ് ദോശമാവിന്, പുളി കുറഞ്ഞ ദോശമാവായിരിക്കണം കേട്ടോ, നല്ല ഇറച്ചിക്കറിയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആവുള്ളൂ. അപ്പം ഞാൻ അടുപ്പത്ത് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൻ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പാൻ നോൺ സ്റ്റിക്ക് ആയാലും സാധാരണ ഒരു പാൻ ആയാലും നമ്മൾ ദോശ പരത്തുന്ന സമയത്ത് തവിയുടെ കൂടെ ഒട്ടിപ്പിടിച്ച് വരാനായിട്ട് സാധ്യതയുണ്ട്. കണ്ടിട്ടില്ലേ, നമ്മൾ ഈ പാൻ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് ദോശ പരത്തുമ്പോൾ നമ്മൾ തവിയുടെ കൂടെ തന്നെ അത് ഒട്ടിപ്പിടിച്ചുകൊണ്ട് പോരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. പാൻ നന്നായി ചൂടാവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പാൻ എടുത്തിട്ടാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടല്ല മാവ് ഒഴിക്കുന്നത്. അപ്പോൾ പാൻ എടുത്ത് കൈ പിടിച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാവ് ഇതിൽ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വെച്ച് ഒഴിക്കരുത്. പാൻ എടുത്തിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായ പോലെ പറഞ്ഞ പോലെ തന്നെ പാൻ നമ്മൾ എടുക്കുക, അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പാൻ നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്തു, മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ മാവ് ഒട്ടി പിടിക്കില്ല പരത്തുന്ന സമയത്ത്, കണ്ടോ. ഇങ്ങനെ പരത്തിയാൽ മതി. നല്ല തട്ട് ദോശ, നല്ല പഞ്ഞി പോലത്തെ ദോശയാണല്ലോ. അപ്പോൾ ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് വീണ്ടും അടുപ്പിൽ വെക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ച ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ആവശ്യമുള്ളവർക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നവർക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, അപ്പം ഉണ്ടാക്കണ പോലെ തന്നെ ഇതിങ്ങനെ മൂടി വയ്ക്കുക. നമുക്ക് ദോശ ഉള്ളൊക്കെ നന്നായി വേവും ചെയ്യും. പിന്നെ മറിച്ചിടേണ്ട ആവശ്യം വരുന്നില്ല, നന്നായി വീർത്തും വരും. ഇതുണ്ടാക്കുമ്പോൾ നന്നായി ഫ്ലെയിം ഇടണം. കൂടുതൽ തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാം, കണ്ടോ. പെട്ടെന്ന് സാധാരണ ദോശ ഉണ്ടാക്കണേക്കാളും പെട്ടെന്ന് എളുപ്പത്തിൽ ദോശ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ദോശ വേവണ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കറി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഞാൻ പറഞ്ഞല്ലോ, അത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ദോശ അടിപൊളിയായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് പിന്നെ മറിച്ചിടേണ്ട ആവശ്യമില്ല, നല്ല സ്പോഞ്ചായിട്ടുള്ള ദോശയാണ്.
ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല സ്പോഞ്ചാണ്. അതുപോലെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. മറുവശം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ദോശമാവ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഞാൻ അടുപ്പിൽ നിന്ന് തവ എടുത്തു, എന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്താൽ മതി നിങ്ങൾ. ഞാനൊരു മൂടി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ലിഡ് ഉണ്ടെങ്കിൽ, എല്ലാ മിക്കവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇങ്ങനെ വെച്ചു എന്തെങ്കിലും പാത്രത്തോട് ഇങ്ങനെ മൂടി വെച്ച് കൊടുത്താൽ ദോശ നന്നായി പൊന്തി വരും, അപ്പത്തിൻ്റെ പോലെ തന്നെ. അപ്പോൾ ദോശ വേണ സമയം കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. ഒരു കുക്കറിലേക്ക് ഞാൻ നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 500 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മസാലകളും അതുപോലെ തന്നെ സവോള, ഇഞ്ചി, പച്ചമുളക് ഇതൊന്നും വഴറ്റുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഇതോട് കൂടി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം, വഴറ്റാതെ. അതാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 5-6 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് സവോള, 2 ചെറിയ സവോള നന്നായി കനം കുറച്ചായിരുന്നു കേട്ടോ, അതിന് ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കിയത് ചെറുതായി ഒന്ന് ചൂടാക്കി കൊടുക്കണേ, അതിൻ്റെ പച്ചമണം മാറാനായിട്ടാണ്. അപ്പോൾ ചെറുതായി ഒന്ന് ചൂടാക്കിയത് ഇട്ട് കൊടുക്കാം. ഇത് 1/2 സ്പൂണോളം മുളക് പൊടിയും 1/2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടിയിട്ട് ചെറുതായി ചൂടാക്കിയതാണ് കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായി കൈവച്ച് നന്നായി തിരുമ്മി കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈവച്ച് നന്നായി തിരുമ്മി കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കൈവച്ച് നന്നായി തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്ക് ഇത് 2 വിസിൽ അത്രയും മതി. 2 വിസിൽ വരുമ്പോൾ ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അവസാനത്തെ ദോശ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അടിപൊളി ദോശയാണ്, നോക്കി കണ്ടുവല്ലേ. അത് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ചിക്കൻ കറിയാണ്, ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ദോശയും നല്ല പഞ്ഞി പോലത്തെ ദോശ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലെയാണ് ദോശ. അത് നമ്മൾ ഇങ്ങനെ അപ്പത്തിൻ്റെ പോലെ ഉണ്ടാക്കിയതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഈസി ആയിട്ടുള്ള ചിക്കൻ കറിയും. അപ്പോൾ ഞാൻ കട്ട ചമ്മന്തി അരച്ചിട്ടുണ്ട്. ചമ്മന്തിയുടെ ഇതിൻ്റെ റെസിപ്പി നമുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ അതിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്ത് മാവായാലും, ദോശയുടെ മാവ് എങ്ങനെയുള്ള നിങ്ങൾ അരച്ചതായാലും ഈ ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ദോശ നല്ല പഞ്ഞി പോലത്തെ ദോശ, നമ്മുടെ അപ്പത്തിൻ്റെ പോലത്തെ ദോശ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.